ഇവൻ വീണ്ടും വന്നോ? ഏറി പൊടിയാത്തേക്ക് ഓടാ അവിടുന്ന്. അമ്മേ, അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ എന്നെ ദൈവത്തെ പോലെയാ കാണുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എപ്പോ അവിടെ പോയാലും ദൈവമേ നീ വന്നോ എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അമ്മ എനിക്കൊരു 50 രൂപ വേണം. ഇന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടേ എനിക്കൊരു സിനിമയ്ക്ക് പോവാനാ. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ സിനിമ കാണാനെന്നും പറഞ്ഞ് 50 രൂപ വാങ്ങിയത്? അത് ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സിന് ഒരു ട്രീറ്റ് കൊടുത്തതാ. നിന്റെ റിസൾട്ട് വന്നോ? എത്രയാ മാർക്ക്? അത് 35. 35? ഏത് സബ്ജക്റ്റിനാ ഇത്ര കിട്ടിയത്? അമ്മ പറ, ഞാനൊരു ക്ലൂ തരാം. ഞാൻ ട്യൂഷന് പോകാത്ത സബ്ജക്റ്റാണ്. മലയാളം അല്ല. പിന്നെ ഹിന്ദിയാണോ? ഹിന്ദിയും അല്ല. പിന്നെ ടോട്ടലിൽ എനിക്ക് 35 മാർക്ക് കിട്ടി. പോയിക്കോളോ എന്റെ മുന്നീന്ന്. 5 സബ്ജക്റ്റിനും കൂടി 35 മാർക്ക്. ആരേലും കേട്ടാൽ എന്ത് വിചാരിക്കും? അമ്മ തൽക്കാലം ആരോടും പറയണ്ട. ആരേലും കേട്ടാലേ ടീച്ചർക്കാ നാണക്കേട്. ടീച്ചർക്കോ? അതേന്നേ, ഞാൻ കോപ്പി അടിക്കാൻ നോക്കിയപ്പോ ടീച്ചർ സമ്മതിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ ടീച്ചർക്ക് അതിൽ കുറ്റബോധമുണ്ട്. നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. മോനെ, നീ കുറച്ചുകൂടെ സീരിയസ് ആവണം. നിന്നെ ഞാനൊരു പള്ളിയിലച്ഛനാക്കാന്ന് നേർന്നതാ. ചതിച്ചല്ലോ അമ്മേ. എന്റെ മോനെ ഒരു പള്ളിയിലച്ഛനാക്കാമെന്ന് ഞാനും നേർന്നതാ. ഇവനെ കൊണ്ട് മതി. കളിച്ചിരിക്കാതെ ട്യൂഷന് പോകാൻ നോക്ക്. ഇല്ല, ഞാൻ പോവൂല. എടാ, നീ അമ്മ പറഞ്ഞ കേൾക്കൂല? അമ്മ പറഞ്ഞിട്ട് സിനിമ കാണാൻ തിലകം വരെ കേൾക്കുന്നില്ല. പിന്നല്ലേ ഞാൻ. എന്താ അമ്മാവാ? ബസ് കേറുവാൻ നിക്കുവാ കുഞ്ഞെ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുവ് ചെന്ന് നിക്ക്. ബസ് നന്നായി കേറിക്കോളൂ. എടാ ജിൻജു, നീ ആ തീപ്പെട്ടി എടുത്തേ. ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് കത്തിക്കണം. വേഗം. ഇവനോടൊരു കാര്യം പറഞ്ഞിട്ട്. എടാ ജിൻജു, നീ ഇതെവിടെയാ? ഒരു തീപ്പെട്ടി കൊണ്ടുവാടാ. ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് നേരം എത്രയായി? ഈ കണക്കിന് ഒരു തീവണ്ടി ചോദിച്ചിരുന്നേ. ഇതിലും പെട്ടെന്ന് കൊണ്ടുവന്നേനെ. തീവണ്ടിയാണെങ്കി ഓടിച്ചു കൊണ്ടുവരാലോ. ഇത് ഞാൻ നടന്നെത്തണ്ടേ? ഇതൊന്നും കത്തുന്നില്ലല്ലോ. എവിടുന്ന് കിട്ടിയടാ ഈ തീപ്പെട്ടി? അങ്ങനെ കത്താതിരിക്കാൻ വഴിയില്ലല്ലോ അച്ഛാ. എല്ലാ കൊള്ളിയും ഞാൻ ചെക്ക് ചെയ്തതാണല്ലോ. എല്ലാം കത്തുന്നുണ്ടായിരുന്നു. എടാ മണ്ടാ, ഒരിക്കൽ കത്തിച്ചാ പിന്നെ അത് വീണ്ടും കത്തിക്കാൻ പറ്റില്ലാന്നറിയില്ലേ? അപ്പച്ച ഒരിക്കൽ കത്തിച്ച സിഗരറ്റ് ലൈറ്റർ കൊണ്ട് വീണ്ടും സിഗരറ്റ് കത്തിക്കാറില്ലേ? അച്ഛാ, എനിക്കൊരു സംശയം. ഈ പ്രായം കൂടുമ്പോ കേൾവി ശക്തി കുറയോ അച്ഛാ? ചിലർക്ക് കുറയും. എന്താ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. ഞാനൊരു പുതിയ സൈക്കിള് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് 3 മാസായി. അച്ഛനത് കേട്ട ഭാവല്ല, അതുകൊണ്ട് ചോദിച്ചതാ. തൽക്കാലം എന്റെ പൊന്നുമോനി പഴയ സൈക്കിളിൽ തന്നെ പോയാ മതി. സമയമാകുമ്പോ പുതിയത് മേടിച്ചു തരാട്ടാ. മതി, തിരക്കില്ല. എനിക്ക് സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അച്ഛന്റെ കാര്യം അങ്ങനെയല്ലല്ലോ, പ്രായമായി വരികയല്ലേ. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പോയ ഇവനോടൊക്കെ സംസാരിച്ച മനുഷ്യന് വട്ടാകും. നിനക്ക് ട്യൂഷന് പോണ്ടേ? പോവാൻ നോക്ക്. എടാ ടിൻറ്റു, അങ്ങനെ നീ ആ ഡുണ്ടുമോളെ വളച്ചു അല്ലേ? ആര് പറഞ്ഞു? ഒന്നും പറയണ്ട. നീ ഇന്നലെ അവൾക്ക് നിന്റെ മൊബൈൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു. എടാ മണ്ടാ, അത് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തതല്ല. ഇക്കഴിഞ്ഞ ഓൾ ഇന്ത്യ ഇംഗ്ലീഷ് ടെസ്റ്റിൽ എനിക്ക് കിട്ടിയ റാങ്ക് പറഞ്ഞതാ. മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ എൻ്റെ ഫോണൊന്ന് റീചാർജ് ചെയ്തിട്ട് വരാം. ചേട്ടാ, ഫോണൊന്ന് റീചാർജ് ചെയ്യണം. എത്ര രൂപയ്ക്കാ? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ എത്ര രൂപ കിട്ടും? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ 7 രൂപ കിട്ടും. 10 രൂപ. ബാക്കി 3 രൂപയ്ക്ക് മിഠായി എടുത്തോ.